തകത്തുള്ള എല്ലാവരും പോയി പായസം കഴിപ്പിക്കാറുണ്ട്, പല വഴിപാടുകളും ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്. എന്നാലും പ്രത്യേകിച്ച് ഈ ഭരണി നക്ഷത്രത്തിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം കൂടുമെന്നാണ് പറയാം. അപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്തിട്ട് വന്നു, വഴിപാടൊക്കെ ചെയ്തിട്ട് വന്നു, പായസമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, പായസം കഴിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മളെപ്പോലെ ഇപ്പം അമ്മയും അച്ഛനും ഒക്കെ ഒരു വീട്ടിൽ തനിയായിരിക്കണവർക്ക് ഈ പായസം കഴിച്ചിട്ട് വരുമ്പോൾ പായസം കാണിച്ചു തരാം കേട്ടോ. ഞാൻ പായസം കഴിപ്പിച്ച് വന്ന പായസം ഞാൻ ഒരു ഇലയിലാക്കിയിട്ട് കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പായസം നമ്മൾ അമ്പലങ്ങളിൽ ഏതൊരു അമ്പലമാവട്ടെ, ഇപ്പം നമ്മൾ ഗുരുവായൂർ പോയാലും മറ്റേത് ക്ഷേത്രത്തിൽ പോയാലും നമ്മൾ പായസം വഴിപാടായിട്ട് കഴിക്കാറുണ്ട്. പാൽ പായസമായാലും ശർക്കര പായസമായാലും കൂട്ടുപായസം, അങ്ങനെ പല പായസങ്ങൾ ചെയ്യേണ്ട. ആ പായസങ്ങൾ നിവേദ്യം ചെയ്യുന്നതിന് ഓരോ ഗുണങ്ങളും ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ പറയാൻ പോണ കാര്യം എന്താ വെച്ചാൽ, ഈ പായസം കഴിപ്പിച്ച് കൊണ്ടുവന്നാൽ ഈ പായസം നമ്മുടെ വീട്ടിലുള്ളവർക്ക്, ഇപ്പോൾ ഈ ഷുഗറും പ്രമേഹമൊക്കെ ഉള്ളവർക്ക് അധികം കഴിക്കാൻ പാടില്ല എന്ന് പറയും. ചിലപ്പോൾ ഒരു വീട്ടിൽ 1 2 പേരുണ്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഈ പായസം ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഈ പായസം എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ പായസം കൊണ്ടുവന്നാൽ വീട്ടിലെല്ലാവരും കഴിക്കണം എന്നാണ് പറയുക. അങ്ങനെ കഴിക്കാൻ വീട്ടിലില്ലാത്തവർക്ക്, വീട്ടിൽ പറ്റാത്തവർക്ക്, ഇപ്പോൾ വയസ്സായവരാണെങ്കിൽ മുഴുവൻ പായസം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ പ്രസാദം നമുക്ക് വാങ്ങിയ ശേഷം നമ്മളൊരു പ്രസാദമായിട്ട് നമ്മൾ ആരൊക്കെയാണോ വീട്ടിലുള്ള അവരൊക്കെ ഓരോ സ്പൂണ് കഴിക്കാം. നമുക്ക് എത്ര വേണോ അത് കഴിക്കാം കേട്ടോ. കഴിക്കാൻ പറ്റാത്തവരുടെ കാര്യം പറയണത്, അതെടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് വഴിപാട് ചെയ്ത സാധനങ്ങൾ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം. ഈ കാലത്ത് ചെറിയ കുട്ടികൾക്ക്, അറിയാത്ത കുട്ടികൾക്കൊക്കെ കൊടുത്താൽ ചിലപ്പോൾ മേടിച്ച് കഴിച്ചൊന്നും വരില്ല. നമുക്ക് അറിഞ്ഞ കുട്ടികളോ അടുത്ത വീട്ടിലെ കുട്ടികൾക്കോ ആദ്യം കൊടുക്കുക. പിന്നെ ഇല്ലെങ്കിൽ വയസ്സായവരുണ്ടാവുമല്ലോ, അവർക്കും ഈ പായസം കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ പായസ വഴിപാട് ചെയ്തതിൻ്റെ പുണ്യം അവർ കഴിക്കുമ്പോൾ നമുക്ക് 1% നമുക്കിതിൻ്റെ പുണ്യം കിട്ടണമെന്ന് വെച്ചാൽ 10 മടങ്ങ് പുണ്യം നമ്മൾ ഈ നേദിച്ച പ്രസാദം മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 മടങ്ങ് പുണ്യം കിട്ടുന്നതാണ്, അല്ലെങ്കിൽ 10 മടങ്ങ് അതിൻ്റെ ഐശ്വര്യം കിട്ടുന്നതാണ്. പറയും പായസം കഴിക്കുന്നത് തന്നെ നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പായസം കഴിപ്പിക്കുക എന്നുള്ള ഒരു വഴിപാട് തന്നെ വീടിന് ഐശ്വര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതേമാതിരി ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ ആ പ്രസാദം നമ്മൾ ആദ്യം കഴിക്കണം. ആരാണോ വഴിപാട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ആ കുടുംബത്തിലുള്ളവർ ആദ്യം കഴിച്ച ശേഷം മറ്റുള്ളവർക്കും കൊടുക്കുന്നത് വളരെ വിശേഷമാണ് കേട്ടോ. അല്ലാതെ ചിലവരൊക്കെ കേട്ടിട്ടുണ്ട് പായസം കഴിച്ച് ആരും വീട്ടിൽ കഴിക്കാനില്ല, ഞാൻ നായ്ക്കും പൂച്ചയ്ക്കൊക്കെ കൊടുത്തു എന്ന്. നായ്ക്കും പൂച്ചയ്ക്കും കൊടുക്കണേന്ന് ഇല്ല, പക്ഷെ പ്രസാദം നിവേദ്യം ചെയ്തത് കൊടുക്കുന്നത് അത്ര നല്ല